പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ താൻ ഏറ്റവും അധികം വിശ്വസിക്കുകയും കഠിനതരമായ ക്രിസ്തീയ മേഖലകളിലേക്ക് പലപ്പോഴും അയക്കുകയും ചെയ്ത വിശ്വാസത്തെ താൻ ജനിപ്പിച്ച തീമത്തിയോസിന് എഴുതുകയാണ്. 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ലോക ചരിത്രത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അധീശത്വവും ആധിപത്യവും വളരെ വ്യത്യസ്തമാണ്. എന്തിനേറെ ദൈവം പോലും മനുഷ്യനായി അവതരിക്കുന്നതിനുള്ള കാലസമ്പൂർണത കണ്ടെത്തുന്നത് റോമാ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലാണ്. റോമിലെ കാരാഗൃഹത്തിൽ കഠിനമായ വ്യഥയോടുകൂടി കഴിയുന്ന പൗലോസ് ശ്ലീഹ താൻ കപ്പലിൽ കൂടെ റോമിലേക്ക് വന്നപ്പോഴും അതിനു മുമ്പും റോമാ സാമ്രാജ്യത്തിലെ പടയാളികൾ അദ്ദേഹത്തോട് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ ആളുകൾ യെരുശലേം ദേവാലയത്തിൽ വെച്ച് അദ്ദേഹത്തെ പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുമെന്ന സ്ഥിതി വന്നപ്പോൾ റോമ പടയാളികൾ തന്നെയാണ് അദ്ദേഹത്തെ വന്ന് സംരക്ഷിച്ച് കോട്ടയിലേക്ക് കൊണ്ടുപോയതും. പിന്നീട് പതിയിരിപ്പ് നടത്തി അദ്ദേഹത്തെ നിഗ്രഹിക്കുവാൻ അവർ ആഗ്രഹിച്ചുവെങ്കിലും ഒരു മനുഷ്യന് കൊടുക്കുന്ന വിലയും നിലയും എത്രമാത്രമാണെന്ന് മനുഷ്യ സമുദായത്തിൽ പിന്നീട് ഈ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കിയതും ഇന്നും അത് അല്പമെങ്കിലും വ്യാഖ്യാനിക്കുന്നതുമൊക്കെ ഈ റോമ ഭരണ സംവിധാനത്തിൽ നിന്നാണ്. എന്തിന് ഞാനൊരു റോമ പൗരനാണെന്ന് പറഞ്ഞപ്പോൾ റോമ പടയാളികൾ അതിൻ്റെ വില മനസ്സിലാക്കി അദ്ദേഹത്തിന് പ്രത്യേകമായി സംരക്ഷണം നൽകി. ഒരുപക്ഷെ ചക്രവർത്തിയുടെ ആജ്ഞകൾ, രാജ്യത്ത് നിലനിൽക്കുന്നതായ നിയമവ്യവസ്ഥയോടുള്ള അവരുടെ വിധേയത്വവും സമർപ്പണവും, എന്നാൽ ക്രൂരമായി മർദ്ദിക്കുവാനും പീഡിപ്പിക്കുവാനും കഴിയുന്ന തങ്ങളുടെ മുമ്പിലുള്ള പൗലോസിനെ പോലെയുള്ള ആളുകളോട് വളരെ മാന്യമായും മനുഷ്യത്വപരമായി ഇടപെടുന്നത് കണ്ടിട്ടും കൂടെ ആയിരിക്കാം ഒരു ഭടൻ എന്ന നിലയിൽ നീ എന്നോടുകൂടെ ക്രിസ്തുയേശുവിന് വേണ്ടി, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുക എന്നൊരാഹ്വാനം നൽകിയത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വീനിയസ് എന്ന പേരിൽ തുടങ്ങിയെങ്കിലും ഗീവർഗീസ് എന്ന പേര് സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു റോമ പടയാളിയാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. ദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, ലഘുവായ ഒരു അനുസ്മരണം നടത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പരിശുദ്ധനായ ഗീവർഗീസ് സഹദ സത്യവിശ്വാസം സ്വീകരിക്കുകയും സത്യവിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു ധീര രക്തസാക്ഷിയാണ്. എന്തായിരിക്കും ഈ പരിശുദ്ധനായ ഗീവർഗീസിനെ ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് നയിച്ചത് എന്ന് അല്പമൊന്ന് ചിന്തിച്ചാൽ, പെന്തിക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ ഹൃദയസ്പർശിയായ പ്രസംഗം കേട്ട് ഈ ചന്ദനപ്പള്ളി പെരുന്നാളിന് വേണ്ടി ആളുകൾ നാനാഭാഗത്തു നിന്ന് വരുന്ന പോലെ 16-17 രാജ്യങ്ങളിൽ നിന്ന് വന്ന് കേൾവിക്കാരായ ഹൃദയത്തിൽ കുത്തുകൊണ്ട് തിരിച്ചു പോയവർ റോമാക്കാരും ഉണ്ടായിരുന്നു. അവർ തിരിച്ചു വന്ന് ക്രിസ്തുവിനെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ അവരുടെ ഹൃദയത്തിൽ, അവരുടെ ഭവനത്തിൽ, അവരുടെ ഇടങ്ങളിലൊക്കെ ഇങ്ങനെ വായ്കൊണ്ടും ജീവിതം കൊണ്ടും പ്രഘോഷിച്ചിട്ടുണ്ട്. റോമാ പടയാളിയായി ഗീവർഗീസ് റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കുതിരയിൽ ഇങ്ങനെ സവാരി ചെയ്തു പോകുമ്പോൾ അങ്കുലീപരിമിതമായ വിശ്വാസികൾ
വളരെ സമൂഹത്തിൻ്റെ ഓൺ ദ ഫ്രിഞ്ച് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയത്തക്ക രീതിയിൽ അതിൻ്റെ മാർജിനിൽ കിടക്കുന്ന അങ്കുലീപരിമിതമായ ആളുകൾ, ക്രിസ്തീയ വിശ്വാസികൾ, അവർ പടയാളികൾ പോകുമ്പോൾ ഭയപ്പെടുന്നുവെങ്കിലും അവരുടെ മുഖത്ത് സ്മരിക്കുന്നതായ ആ ദൈവ തേജസ്, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ റിലിഗിയോ ഇല്ലിസിറ്റ, ഇല്ലീഗൽ റിലീജിയൻ എന്ന നാമത്തിൽ ക്രിസ്തുമതത്തെ കണ്ട് ചക്രവർത്തിക്കുള്ളതിനേക്കാൾ കൂടുതൽ ചക്രവർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മധ്യവർത്തികൾക്കാണ് കൂടുതൽ ആവേശം. അത് ഈ അധികാരത്തിൻ്റെ എല്ലാ ശ്രേണികളിലും അങ്ങനെ. മുകളിലിരിക്കുന്നവരതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് ഇടയ്ക്ക് കുറച്ച് ആളുകളുണ്ട്, താഴെയുള്ളവരുടെ ഇടയിലുള്ള ആളുകൾ അതിങ്ങനെ വിളംബരം ചെയ്ത് വലുത്. അതിന് സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്ന ആളുകൾ അന്നും ഇന്നും അധികാരത്തിൻ്റെ എല്ലാ കോറിഡോറുകളിലും ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ആരാധനാലയമില്ല, ക്രിസ്തീയമായൊരു നേതാവില്ല, അവർക്ക് വിശ്വാസ പ്രമാണമില്ല, ഒന്നുമില്ല. പക്ഷേ റോമിൻ്റെ പല പ്രദേശങ്ങളിലും അവർ ദൈവത്തെ ആരാധിച്ചു പോകുന്ന ആളുകളാണ്. അത് ഈ പടയാളിയായ ഗീവർഗീസിനെ സ്പർശിച്ചിട്ടുണ്ട് നിശ്ചയമായി. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ലാതെ, കാരണം അന്നത്തെ യൂറോപ്യൻ സംസ്കാരത്തിൽ, ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ഇന്ന് നമുക്ക് ചുറ്റുപാടുമുള്ള ആരാധനാലയങ്ങളുടെ ബഹുത്വം കൊണ്ട് ദേവനെയും ദേവിയെയും അല്ലാതെ മനുഷ്യരെ കാണാൻ കഴിയാത്തതുപോലെയുള്ള ഒരു പ്രയാസം അന്നും അവിടെയുണ്ട്. പഴയ ഗ്രീസിനെ കുറിച്ച് പറയുന്നത് പോലെ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് എ ഗോഡ് റാദർ ദാൻ ഫൈൻഡ് എ മാൻ. ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് വലിയ പ്രയാസമാണ്, പക്ഷേ ദേവനെയും ദേവിയും കാണുന്നതിന് അവിടെ സുലഭമായി അവരെങ്ങോട്ട് തിരിഞ്ഞാലുമുണ്ട്. ഭാരതത്തിൽ നമ്മുടെ ഈ ചുറ്റുപാടിലൊക്കെ അത് ഏകദേശം ശരിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മനുഷ്യർക്ക് ആരാധിക്കുവാൻ ഭൂമിയുടെ ഉള്ളറകളിലാണ്, കാറ്റക്യൂംസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂഗർഭ അറയിലെ ആരാധനാലയങ്ങൾ ഇന്നും റോമിൽ പോകുന്ന ആളുകൾക്ക് അത് പോയി കാണാൻ കഴിയും. അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്തപ്പോൾ ഒരു കുരിശുവര കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ സംക്ഷിപ്തമായി പ്രകടിപ്പിച്ച നാവ് കൊണ്ട് അവരുടെ അണ്ണാക്കിൻ്റെ മുകൾ ഭാഗത്ത് കുരിശു വരയ്ക്കുന്ന മൗനമായ ആരാധനയ്ക്ക് വിധേയപ്പെട്ട ആ മനുഷ്യരോടുകൂടെ ചേരണമോ അതോ റോമ പടയാളി എന്ന നിലയിൽ ആ പടച്ചട്ട നൽകുന്ന, ആ റോമ പടയാളിയുടെ കുപ്പായം നൽകുന്ന ഞങ്ങൾക്കൊക്കെ ഇത് വലിയ സുരക്ഷിതമാകുന്നത് പോലെ സുഖമായി ഈ സുരക്ഷിതത്തിൽ ഈ ആയുധം ഉപയോഗിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു സംഘർഷമാണ് അദ്ദേഹത്തിന് മുമ്പിലുണ്ടായത്. ചെറുപ്രായത്തിൽ പിതാവ് റോമ പടയാളിയായിരുന്നു, ഈ മരിച്ചുപോയി. പിന്നീട് യൗവനയുക്തനായ ഈ മനുഷ്യൻ, ഗാദിയോൻ്റെയും ദിക്രീനയുടെയും മകനായിരുന്ന ഈ യുവാവ്, ഊർജ്ജസ്വലനായിരുന്നവൻ, റോമ പടയാളി കമ്പാഷനേറ്റ് ബേസിസിൽ കിട്ടിയ അപ്പോയിൻമെൻറ്റ് കൂടി ഇനി അങ്ങോട്ട് ഈ അധികാരത്തിൻ്റെ സോപാനത്തിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അതുമായി ബന്ധപ്പെട്ട കുടുംബവും കുടുംബത്തിൽ സംജാതമാകുന്ന ഭൗതികവും ഇതരവുമായ സുരക്ഷിതത്വത്തെയൊക്കെ ത്യജിച്ചുകൊണ്ട് ഈ മാർജിനലൈസ്ഡായ ആളുകളുടെ, ഇവരുടെ കുതിരയുടെ കുടമ്പടി കേൾക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഹൃദയഭാഗത്തിൽ നിന്ന് മാർജിനിലേക്ക്, പാർശ്വങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഭയവിഹുലരായ അങ്കുലീപരിമിതരായ ആളുകളോടുകൂടെ ചേരുവാൻ ക്രിസ്തുവിനെ സ്വീകരിച്ച സഹതായാണ് പരിശുദ്ധനായ ഗീവർഗീസ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. അനേകർ ഈ നാമവും അനേകർ ഈ ദൈവികമായ പരിവേഷങ്ങളുമൊക്കെ സുരക്ഷിതവും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ പരിശുദ്ധനായ ഗീവർഗീസ് സദാ സത്യവിശ്വാസം സ്വീകരിച്ച് സത്യവിശ്വാസികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ച പുണ്യപിതാവാണ്. ഇതിന് പിന്നിൽ എന്തായിരിക്കും പ്രവർത്തിച്ചതെന്ന് ഗൗരവമായി അന്വേഷിക്കുമ്പോൾ റോമിലെ പ്രസംഗം കേട്ട് തിരിച്ചു വന്ന ആളുകൾ പറഞ്ഞു കാണും, ക്രിസ്തു എന്ന് പറയുന്ന, ചരിത്രത്തിൽ പിന്നെ ക്രിസ്റ്റസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു രൂപവും വിശ്വാസവും ഉണ്ടായെന്ന് എക്സ്കവേഷനിലൂടെ ചരിത്രത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവല്ല, ഒരു പക്ഷേ ക്രിസ്റ്റോസ് എന്നുള്ളതിന് തെറ്റായി അന്ന് ചർവചർവണത്തിൽ കൂടെ എഴുതപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ ഇമേജ് എങ്ങനെ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് പറഞ്ഞാൽ,
ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ വേളയിലേക്ക് നമുക്കൊന്ന് അല്പം തിരിഞ്ഞു നോക്കാം. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും, ഞങ്ങളുടെ ഗുരുവിനെ തൊട്ടാൽ തൊടുന്നവരെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്നവർ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് ഞാനും എന്നൊക്കെ പറഞ്ഞ് നിർണായകമായ ഗതി നിർണായകമാകുന്ന സന്ദർഭത്തിൽ കൂടെ നിൽക്കുന്നവർ അതേകരില്ല, കൂടെ നിൽക്കുന്നവർ ഓടിപ്പോവും. ഗത്സമനെ തോട്ടത്തിൽ നിന്ന് വെച്ച് തന്നെ മുഴുവൻ പേരും പോയി. കർത്താവിൻ്റെ അമ്മയും 1-2 സ്ത്രീകളും കർത്താവ് ശിഷ്യനായ യോഹന്നാനും മാത്രമേ ക്രൂശിൻ്റെ അടുക്കലുണ്ടായുള്ളൂ. കഠിനമായ ആഘാതത്താൽ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ മുറിവുകളിൽ നിന്ന് രക്തം മാത്രമല്ല, ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങളും പിച്ചിച്ചീണി വീണുകൊണ്ടിരിക്കുമ്പോൾ യേശു തമ്പുരാൻ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു. അത് മറ്റൊന്നുമല്ല, അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാകുന്നു ഇനി മുതൽ നിന്റെ മകൻ. മകനോട് പറഞ്ഞു, ഇതാകുന്നു നിന്റെ അമ്മ. അങ്ങനെ at the foot of the cross a new community which can be called the Christian church is being emerged or established by the dying Christ. അങ്ങനെ ക്രിസ്തുവിൻ്റെ നിണവും കർത്താവിൻ്റെ ശരീരവും ലോകത്തിന് യാഗവും ത്യാഗവുമായി സമർപ്പിച്ച് ആരംഭിച്ച ക്രിസ്തീയ സഭ, ആ സഭ ഇന്ന് ഭൂമിയിലില്ല എന്നും പ്രത്യേകം അറിയണം. അങ്ങനെ സ്ഥാപിച്ച സഭയിൽ ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന നല്ല വിവിഡായ ഹൃദയസ്പർശിയായ കണ്ണിലേക്ക് ഇടിച്ചിറങ്ങുന്ന, ഹൃദയത്തിൽ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ സാക്ഷ്യമാകുന്ന ഈ ക്രൂശിൻ്റെ സന്ദേശം അങ്ങനെ ഹൃദയത്തിൽ നിന്നു. അപ്പോൾ പിന്നെ ആളുകൾ ചിന്തിച്ചു, ഇതെന്താണ് ഇങ്ങനെയൊക്കെ? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം അത് ചെയ്തില്ലെങ്കിലുള്ള അതിശയം. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തും അദ്ദേഹം പറഞ്ഞു. ആരോട് പറഞ്ഞു? ഇപ്പോൾ വരുന്ന ആളുകൾ വിചാരിക്കും ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക വേഷ സംവിധാനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെയാണ് സഭ, അതുകൊണ്ട് അവരെ വിളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ വിശേഷം 8-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ ജനസഞ്ചയത്തെയും തൻ്റെ ശിഷ്യന്മാരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിച്ച് അനുദിനം തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട് കുരിശിനെ അനുധാവനം ചെയ്ത സമർപ്പിതരായ ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയിൽ അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലില്ല എങ്കിലും, അവർക്ക് ലോകപ്രകാരം വലിയ അംഗീകൃത ആരാധനാലയങ്ങളില്ലെങ്കിലും, അവർക്ക് ഇന്നത്തെ പോലെ നല്ല വ്യാഖ്യാനം ചെയ്ത സത്യവിശ്വാസത്തിൻ്റെ പ്രമാണമില്ലെങ്കിലും, ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് തനിക്ക് ഇന്ന് ലഭ്യമാകുന്ന എല്ലാ സുരക്ഷിതങ്ങളെക്കാൾ അവരോട് ഏകീഭവിക്കുവാൻ ഞാൻ തയ്യാറാകുന്നെന്ന് വിചാരിച്ച് സത്യവിശ്വാസം സ്വീകരിച്ചയാളാണ് പരിശുദ്ധനായ ഗീവർഗീസ്. അങ്ങനെ ഗീവർഗീസ് എന്ന നാമം കർഷകൻ എന്നാണല്ലോ. ചന്ദനപ്പള്ളി പ്രദേശങ്ങളിലൊക്കെ ഇന്ന് വികസനത്തിൻ്റെ പാതയിലെത്തിയിട്ടുണ്ടെങ്കിലും 1-2 തലമുറയ്ക്ക് മുമ്പ് പോയാൽ പ്രധാനമായും കൃഷി തന്നെയായിരുന്നു വരുമാന മാർഗം. അങ്ങനെ മണ്ണിൽ അധ്വാനിക്കുന്ന, കൃഷിയിൽ അധ്വാനിച്ച് വിളവെടുക്കുന്ന ഒരു മനുഷ്യനായി പട്ടാള വേഷം ഊരി വെച്ച് മനുഷ്യരിലേക്ക് താഴ്ന്നിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മുന്നണി പോരാളിയായി മാറി. ജീവന് വില നൽകുന്ന സംവിധാനം. ലോകം ഒത്തിരിയൊക്കെ വികസിച്ചിട്ടുണ്ടെങ്കിലും, ഭാരതം വികസിച്ചിട്ടുണ്ടെങ്കിലും, കേരളം വികസിച്ചുവെന്ന് പറഞ്ഞാലും മനുഷ്യത്വത്തിന് വലിയ വില കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെയില്ല. അതുകൊണ്ട് ഒരുവനെ മർദ്ദിച്ച് കൊല്ലുകയോ പട്ടാപ്പകല് ഒരാളിനെ നിർദ്ദയം വധിക്കുകയോ ചെയ്താൽ ഒരൊറ്റ മനുഷ്യരും ഇതെന്താണെന്ന് ചോദിക്കാൻ ഇറങ്ങുകയില്ല. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികൾ ഒന്നെന്താ? പള്ളിയിൽ വരാൻ ആളുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ ആളുണ്ട്, രാഷ്ട്രത്തിൽ ഭരിക്കുവാൻ ആളുകളുണ്ട്, ആഗോളതലത്തിലുണ്ട്. നിഷ്കരുണം മനുഷ്യനെ പിടഞ്ഞ് മരിക്കുന്ന മനുഷ്യന് വേണ്ടി നിലകൊള്ളുവാൻ, ശബ്ദമുയർത്തുവാൻ, മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരു പ്രസ്ഥാനവും ഭൂമിയിൽ ഇന്നില്ല. എന്നാൽ ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇവിടെയൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മതിച്ചു വരുന്നതായ ഒരു വലിയ സർപ്പത്തെ, ഒരു വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്ന ചിത്രം കൊച്ചിലെ മുതൽ നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ്. അത്
ഈ ലോകത്തിൻ്റെ തിന്മാശക്തിയുടെ ഒരു രൂപമാണ്. പിശാചിൻ്റെ ഒരു അവതാരമായി അതിനെ കണ്ടാൽ മതി. അത് സർപ്പമെന്നോ ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായാലും പ്രാദേശികമായി നൽകിയാലും തരക്കേടില്ല. മനുഷ്യൻ്റെ ജീവന് അനുപേക്ഷണീയമായ വെള്ളവും വായുവും അതുപോലെ തന്നെ മണ്ണിനെയും മലിമസമാക്കുകയും അത് പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഒരു പ്രതീകമാണ്. താൻ സഞ്ചരിച്ചു പോകുമ്പോൾ ജലസ്രോതസ്സിൻ്റെ അവിടെ അതിങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അതിനെ പ്രീണിപ്പിക്കുകയും അതിന് വേണ്ടതൊക്കെയും വയറിനും കൊടുത്ത് ആടും മാടും ഒക്കെ ഇങ്ങനെ ദാനം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരെയും ഇങ്ങനെ കുരുതി കൊടുത്താൽ സംപ്രീതിപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇന്നുകൊണ്ട് അന്നുകൊണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, ഒരു കുഞ്ഞിനെ, ഒരു നിഷ്കരണമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ, വാക്കുകൾ ഉച്ചരിക്കാൻ പോലും അറിയാൻ വയ്യാത്ത പ്രായത്തിലുള്ള കുഞ്ഞിൻ്റെ നെഞ്ചത്തേക്ക് കയറി നിന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ താണ്ഡവ നൃത്തം നടത്തി വലിച്ചെറിയുകയാണ്. അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ അതല്ല, ഇനി കുഞ്ഞിൻ്റെ കരൾ കൊടുത്താൽ ആ വീടിന് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നിഷ്കരണം കശാപ്പ് ചെയ്ത് കുഞ്ഞിൻ്റെ കരൾ കൊണ്ടുവന്ന് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആരാണോ അവർക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തക്ക തരത്തിൽ മനുഷ്യൻ ഇന്നും പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ ചന്ദനപ്പള്ളി പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ആ പരിശുദ്ധനെ പ്രത്യേകമായി സ്മരിക്കുന്ന ഈ നാളുകളിൽ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ജീവനെ പരിപോഷിപ്പിക്കുന്ന, ജീവനെ നിലനിർത്തുന്ന സന്ദേശമാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് അരുൾ ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുവാനുമാണ്. ആ ജീവനെ പരിപോഷിപ്പിച്ച് ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ വ്യക്തി ഒരു സഭയുടെയും ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ ഭാഗമായി തീരാത്ത സാധാരണക്കാരനായ ഒരു കർഷകൻ എന്ന വേഷം പടയാളി എന്ന നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മണ്ണിനോടും മണ്ണിൽ നിന്ന് സംജാതമായ മനുഷ്യവർഗത്തെയും ഈ ലോകത്തെ മുഴുവനും ഇങ്ങനെ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിച്ച് നിർത്തുന്ന മണ്ണും ജലവും വായുവും ഈ സസ്യലലാദികളും ഈ പക്ഷിമൃഗാദികളും മൃഗസമ്പത്ത് എല്ലാത്തിനെയും പരിപോഷിപ്പിക്കുന്ന ജീവന്റെ സംരക്ഷകനായി മാറിയ ഗീവർഗീസ് സഹോദരൻ ഞങ്ങളുടെ നാട്ടിൽ ചന്ദനത്തിൻ്റെതായ സൗരഭ്യം വിളമ്പുന്നതായ ഈ നാട്ടിൽ, ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്ക് സൗഹാർദ്ദവും ഞങ്ങൾക്ക് സ്നേഹവും ഞങ്ങൾക്ക് മണ്ണിനോടും ഈ ജീവിതത്തോടുമുള്ള ഹൃദയബന്ധം, അടുപ്പമുള്ള ഇഴയെടുപ്പമുള്ള ബന്ധം സ്ഥാപിക്കുവാൻ അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് പര്യാപ്തമാകണമേ. ആ മധ്യസ്ഥത ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും സത്യവിശ്വാസികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി സമർപ്പിക്കുകയും ചെയ്തു. അത് എണ്ണത്തിലെ ബാഹുല്യം കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഉദാത്തമായ ജീവിതത്തിൻ്റെ പങ്കാളിയായി തീർന്നതുകൊണ്ട്. രണ്ടാമത്, ജീവനെ പരിപോഷിപ്പിക്കേണ്ടതിന് ജീവനെ നിഗ്രഹിക്കുന്ന പൂഴ്ത്തിവെപ്പുകാരുടെയും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളെ വിതരമായ കാര്യങ്ങളെ വിഷമയമാക്കി തീർക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആ തിന്മയുടെ ശക്തിയെ നശിപ്പിച്ച് നന്മയെ പരിപോഷിപ്പിച്ച് ജീവനെ നിലനിർത്തി ആ പരിശുദ്ധൻ്റെ സുഗന്ധമൂറുന്ന സ്മരണ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതിനും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എളിയ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.